വരുന്ന ഗർഭം അത്ര പേടിക്കേണ്ട ഒന്നാണോ? ആണ്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞുതരാം. എല്ലാവർക്കും ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ട്യൂബിൽ തന്നെയാണ്. എന്നിട്ട് ആ ഭ്രൂണം അവിടുന്ന് നീങ്ങി ഗർഭപാത്രത്തിനകത്ത് ഇംപ്ലാന്റ് ആയിട്ട് വളരുന്നു. കുഞ്ഞ് വലുതാവുന്നതിനനുസരിച്ച് വളരാൻ ഗർഭപാത്രത്തിന് മാത്രമല്ലേ പറ്റൂ. എന്നാൽ ചില കാരണങ്ങളാൽ ഈ ഭ്രൂണം ട്യൂബിൽ നിന്ന് നീങ്ങാതെ അവിടെ തന്നെ വളർന്നു ചിന്തിച്ചു നോക്കിയേ. ആകെ 1/2 സെന്റിമീറ്റർ വീതിയുള്ള ട്യൂബിൽ ഗർഭം വളർന്നാൽ മാക്സിമം ഒരു 3.5 സെന്റിമീറ്റർ വരെയൊക്കെ പോയേക്കാം. പ്രഗ്നൻസി ഒരു 8 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ട്യൂബ് പൊട്ടി അതിഭീകരമായ ആന്തരിക രക്തസ്രാവം ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ബ്ലഡ് ഒക്കെ കയറ്റി സർജറി ചെയ്തില്ലെങ്കിൽ അമ്മയുടെ മരണത്തിന് പോലും കാരണമാവും. അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങൾ എന്താ? ട്യൂബ് ഡിസ്റ്റന്റ് ആകുമ്പോൾ വയറുവേദനയും പ്രഗ്നൻസി വളരാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ്ങും കണ്ടേക്കാം. പക്ഷേ ഈ ബ്ലീഡിങ്ങിന്റെ ഒരു പ്രശ്നം എന്താണെന്നോ? പലപ്പോഴും പേഷ്യന്റ് ഇത് അടുത്ത മെൻസസ് ആണെന്ന് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. ട്യൂബ് പൊട്ടി കാഷ്വാലിറ്റിയിൽ വരുന്ന പലരും പരിശോധനയിൽ മാത്രമാണ് താൻ ഗർഭിണിയായിരുന്നു എന്ന് പോലും അറിയാറ്. അസാധാരണമായ വയറുവേദന, സ്പോട്ടിംഗ് ഒക്കെ അനുഭവപ്പെട്ടാൽ ചികിത്സ തേടുക. ട്യൂബൽ പ്രഗ്നൻസി കണ്ടുപിടിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അതിന് ഒരു ഡോക്ടറുടെ സൂപ്പർവിഷൻ അത്യാവശ്യമാണ്. മിക്കവാറും ട്യൂബൽ പ്രഗ്നൻസീസ് ഒക്കെ താനെ അബോർട്ടായി പോകാനാണ് സാധ്യത. ബ്ലഡ് ടെസ്റ്റ് വെച്ച് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി. ഇനി വളരുന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്ത് അലിയിപ്പിച്ച് കളയാം. അതുമല്ല ഓൾറെഡി വൈകിപ്പോയി ഹാർട്ട് ബീറ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലോ ട്യൂബ് പൊട്ടിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലോ സർജറി ചെയ്ത് ട്യൂബ് റിമൂവൽ മാത്രമാണ് പോകാൻ വഴി. അപ്പോ ഇതത്ര സിമ്പിൾ അല്ലെന്ന് ബോധ്യായില്ലേ? ഇനി പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവും കിട്ടി ചെക്കപ്പിനൊന്നും പോവാതെ വീട്ടിലിരിക്കുന്നവരോടാണ് നിങ്ങളുടെ ഗർഭം ട്യൂബിലാണെങ്കിൽ എന്ത് ചെയ്യും? സോ ആദ്യ ആന്റിനൽ ചെക്കപ്പ് പെട്ടെന്ന് തന്നെ എടുത്ത് പ്രഗ്നൻസി യൂട്രസിനകത്താണെന്ന് ഉറപ്പുവരുത്തുന്നത് എപ്പോഴും ഒരു സേഫ്റ്റി തന്നെയാണ്.